ഹായ് അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ എല്ലാവരും വീട്ടിൽ പെട്ടുപോയി, ഞാനും പെട്ടുപോയി. അപ്പം നമുക്ക് വെളിയിൽ പോയി വീഡിയോസ് ഒന്നും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് എന്ത് ടൈപ്പ് വീഡിയോസ് നമുക്ക് ചാനലിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിതാണ്ട് നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്നാന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു സാധാരണ ഫാമിലിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു ഓൾട്ടോ കഴിഞ്ഞാൽ ഒരു സാധാരണ ഫാമിലിക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി ഏത് വേണം, അതായത് ഞാൻ പറയാൻ പോകുന്നത് എന്നാ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതായത് നമ്മളുടെ കയ്യിലിരിക്കുന്ന വാഗണാറിൻ്റെ ബ്ലൂ ഐഡി നമ്മുടെ ടോൾ ബോയ് ആണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നമ്മുടെ വാഗണാറിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ എൻ്റെ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് നമ്മുടെ വാഗണാർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വാഗണാർ എടുത്തത്. അതായത് നമ്മൾ ഒരു വണ്ടി വാങ്ങാൻ പോകുമ്പോഴേക്കും നമുക്ക് കുറേ ആവശ്യങ്ങൾ കാണുമല്ലോ, കുറച്ച് ലിസ്റ്റ് കാണുമല്ലോ. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും നമ്മളൊരു വണ്ടി ചൂസ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഈ വണ്ടി ഇതിനെ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ് നമ്മുടെ വീഡിയോയെ. ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി എന്തുകൊണ്ട് വാഗണാർ എടുത്തു. ദെൻ അടുത്ത പാർട്ടിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുറച്ച് സപ്പോർട്ടേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ നമ്മുടെ പേജിൻ്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്തു. അതായത് മൊത്തത്തിൽ ഒരു വാഗണാറിൻ്റെ യൂസർ റിവ്യൂ എന്ന് പറയാം. എനിവേ നമുക്ക് കിണൺ വിൽസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റിലോട്ട് പോകാം. അതായത് ഞങ്ങൾ എന്തുകൊണ്ട് വാഗണാർ എടുത്തു. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേനും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന കാര്യം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റായിരിക്കും അല്ലേ. ദെൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് പറ്റുന്ന ഒരു വാഹനമാണോ, അതായത് നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വലിയ വാഹനം വേണോ, കുഞ്ഞിത് മതിയോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. പിന്നെ അത്യാവശ്യം ട്രാവലും കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡിക്കി സ്പേസ് ആയിരിക്കും കൂടുതലുണ്ട്. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യും. അങ്ങനെ നമ്മളുടെ എല്ലാവിധ ആവശ്യങ്ങളും ഒരു ലിസ്റ്റ് ഔട്ട് ആക്കിയിട്ട് നമുക്ക് വേണ്ടി ഒരു വാഹനം ഓപ്റ്റ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങളെ എങ്ങനെ വാഗണാറിൻ്റെ നമ്മുടെ ബ്ലൂ ഐഡിട്ട് ബോയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഇവനെ എടുത്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞു, 2.5 വർഷം ആവുന്നു. ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഇവനിപ്പം 1,00,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ്, 1,00,000 കിലോമീറ്റർ കഴിഞ്ഞത് നമ്മുടെ ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ പോകുന്ന വഴിക്ക് അന്നാണ് 1,00,000 കിലോമീറ്ററൊക്കെ കംപ്ലീറ്റ് ആക്കിയത് ആൾ. അപ്പം ഈ വണ്ടിയിലേക്ക് നമ്മൾ 2 വർഷം മുന്നേ, അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 800 ആണ്. അപ്പം ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേര്. നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ ബഡ്ജറ്റും കാര്യങ്ങളും ഒന്നുമില്ല, അണ്ടർ 3 lakh അതിനുള്ളിൽ നമ്മുടെ ബഡ്ജറ്റ് നിൽക്കണം. അതിന് പോരാത്തതിന് ഈ 3 lakh ഉള്ളെങ്കിലും, ഇറക്കാൻ കയ്യിൽ 3 ലക്ഷം ഉള്ളെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി വേണം, അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വേണം. വാഗണാർ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, വാഗണാറിൻ്റെ ഉള്ളിൽ ശരിക്കും ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ലെഗ് റൂം ആയിക്കോട്ടെ, ഹെഡ് റൂം ആയിക്കോട്ടെ, എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അത്. പിന്നെ മെയിനായിട്ട് ഒരു സാധാരണ ഫാമിലി എപ്പോഴും വണ്ടി എടുക്കാൻ നേരത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്താ, വണ്ടി എടുക്കുമ്പോൾ മാത്രമല്ലല്ലോ അതിന് ചിലവ്, കൊണ്ട് നടക്കാനും നല്ല ചിലവില്ലേ. സോ കൊണ്ട് നടക്കാനായിട്ട് ഇച്ചിരി ചിലവ് കുറവായിരിക്കണം, മൈലേജ്. അപ്പം വാഗണാറിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ദെൻ അടുത്ത കാര്യം എന്തായിരിക്കും, മെയിൻ്റനൻസ്. ഇപ്പം മാരുതിയുടെ വണ്ടികളെ എല്ലാം തന്നെ ഉള്ള പ്രത്യേകതയാണ്, അതായത് പാർട്സിനൊക്കെ അത്യാവശ്യം ചീപ്പ് റേറ്റ് കിട്ടും. അപ്പം മാരുതിയുടെ മിക്കവാറും എല്ലാ വണ്ടികളുടെയും പാർട്സ് വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത എല്ലാ കാര്യങ്ങളും സാധ്യമാക്കിക്കൊണ്ട്, അതായത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങണം, നമ്മുടെ ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യണം, അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ഈ കിടക്കുന്ന വാഗണാർ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസും തീരെ കുറവാണ്. കാരണം നമ്മൾ എടുത്തിട്ട് ഇതിന് എൻജിൻ സൈഡ് ഒന്നും പണിയേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇത്ര വല്ല ഓടിയിട്ടുള്ള ആകെ. അപ്പോൾ ആ സൈഡൊക്കെ ക്ലിയർ ആണ്. പിന്നെ പോയിട്ട് നല്ല പോലെ ഞാൻ പറഞ്ഞില്ല, നമ്മളെടുത്തിട്ടാണ് ഇവനെ ഇത്ര ഓടിച്ച്. അതുകൊണ്ട് തന്നെ നമ്മളിതാണ്ട് വീൽ ബെയറിങ്സ് എല്ലാം നമ്മൾ മാറിയായിരുന്നു. പിന്നെ സസ്പെൻഷൻ മാറി. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇവനിട്ട് പണിത പണികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഏകദേശം ഒരു 80-90 ആ ഒരു സമയത്തെങ്ങനെ, അത്ര ഓടിയ സമയത്തെങ്ങനെയാണ് ഇത്രയും മെയിനായിട്ടുള്ള കുറച്ച് പണി ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാത്തപ്പോൾ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസ് ചെയ്യേണ്ട കുറച്ച് അല്ലാത്ത സർവീസും കാര്യങ്ങളും അത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ്റനൻസിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് മൈലേജ്. അപ്പം മൈലേജിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ
എ സി ഇട്ടും ഇടാതെയുള്ള സിറ്റുവേഷൻ പറഞ്ഞാൽ, എ സി ഇട്ട് നമ്മൾ ഓടുവാണെന്നുണ്ടെങ്കിൽ, അതായത് എ സി ഇട്ട് ലോക്കൽ ഓട്ടോ അല്ലാത്ത ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഒരു 15-17 റേഞ്ചൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അല്ല, എ സി ഇടാതെ നമ്മൾ ഇച്ചിരി എക്കണോമിക്കായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടോപ്പ് 21 വരെ കിട്ടിയിട്ടുണ്ട്. 19, 20, 21 ഏറ്റവും ടോപ്പ് കിട്ടിയിട്ടുള്ളത് ലോങ്ങിൽ 21 കിട്ടിയിട്ടുള്ള മൈലേജ്. സോ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഞങ്ങൾ ഈ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചിലരൊക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നത് കേൾക്കാം, എനിക്ക് മൈലേജ് കിട്ടുന്നില്ലെന്ന്. അത് ശരിക്കും ചിലപ്പോൾ നിങ്ങൾ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു വണ്ടി ആയാലും അതിൻ്റെ ബെറ്റർ മൈലേജ് അതെപ്പോഴും കാഴ്ചവെക്കുന്നത് നമ്മൾ ആളെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. അതായത് എപ്പോഴും നമ്മൾ വണ്ടി ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കാൻ നോക്കുക. അതിന് മുകളിൽ ഈ ചവിട്ടി പിടിച്ച് വിടുമ്പോഴൊക്കെയാണ് ഈ ഫ്യൂവൽ കൂടുതൽ കത്തിയിട്ട് മൈലേജ് പോകുന്നത്. അപ്പം ഈ 60-ന് ഒത്തിരി മേളിൽ പോയാലും അതുപോലെ തന്നെ നമ്മളൊരു 10-20 കിലോമീറ്റർ, 20-30 ഒത്തിരി ഓടിച്ചാലും മൈലേജ് പ്രശ്നമായിരിക്കും. സോ ഒരു 55-60 കിലോമീറ്റർ ഇങ്ങനെ കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജൊക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ബെറ്റർ മൈലേജ് എന്തായാലും വണ്ടി നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഇത് എടുക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നിട്ടില്ല. കാരണം നമ്മളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഇവൻ സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഡിക്കി സ്പേസ്. അപ്പോൾ ഡിക്കി സ്പേസിൻ്റെ കാര്യം പറഞ്ഞത് ഇതാണ്. അതായത് ബൂട്ട് സ്പേസ് തീരെ കുറവാണെന്ന് തന്നെ പറയാം. അതായത് ഇപ്പം ഞങ്ങളാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയെ കെട്ടിച്ചിട്ടുള്ള കാര്യം വയനാടാണ്. അപ്പോൾ ആൾ ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും നമ്മളാണ് കൊണ്ടുവിടുകയും കൊണ്ടുപോക്കുകയും എല്ലാം. അപ്പം ലഗേജ് നല്ല പോലെ കാണും. കൊച്ചിൻ്റെ സാധനങ്ങൾ, ചേച്ചിയുടെ സാധനങ്ങൾ, ഒത്തിരി ലഗേജ് കാണും. അപ്പോൾ ശരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതിനകത്തെല്ലാം കൂടെ കുത്തിക്കയറ്റാനായിട്ട്. ഇതിനകത്ത് തികയത്തില്ല, എന്നിട്ട് ഫ്രണ്ടിലോട്ടും കൂടെ കുറച്ച് സാധനം വെക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ട്രാവൽ, അതായത് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷൻ നടത്തി. അപ്പോഴും ഞങ്ങൾക്ക് കുറേ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലഗേജ് എല്ലാം കൂടെ, അതായത് നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമല്ലോ ആരാണെങ്കിലും. അപ്പം അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ ഇച്ചിരി ബൂട്ട് സ്പേസ് കുറവാണെന്ന് തന്നെ പറയാം. പോരാത്തിന് ഇപ്പം നമ്മളൊരു സബ് കൂടെ വെച്ചപ്പോഴേക്കിനും ഇതിനകത്ത് ഇത്രയും കൂടെ ഇട പോയേക്കുവാണ്. അപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് സബ്ബൊക്കെ ഇട്ട് അത്യാവശ്യം അടിച്ച് പൊളിച്ച് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം കാണും. പക്ഷേ ഇതും കൂടെ വെക്കുമ്പോഴേക്കിനും പകുതി ഇട പിന്നെയും പോവുകയാണ്. അങ്ങനെ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ബൂട്ട് സ്പേസിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോഴേക്കിനും പേരിൽ തന്നെ അറിയാം ഇവൻ ഒരു ടോൾ ബോയ് ആണ്. അപ്പം പൊക്കം കൂടുതലായതുകൊണ്ട് തന്നെ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ അകത്ത് അത്യാവശ്യം നല്ല ഹെഡ് റൂം കിട്ടും. എത്ര പൊക്കമുള്ള ആളാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് അകം എല്ലാം കൊണ്ടും. അപ്പോൾ ഹെഡ് റൂമും നല്ല വണ്ണമുണ്ട്. ഇനി അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ കാറ്റ് പിടിക്കും. നല്ല ഒന്നാന്തരമായിട്ട് കാറ്റ് പിടിക്കും. അതായത് ഇച്ചിരി ഹൈവേയിലൊക്കെ ഇച്ചിരി സ്പീഡിൽ പോയാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, ആ ഒരു ചെറിയ കാറ്റുപിടുത്തമൊക്കെ. പിന്നെ ഇവൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 ഡോർസും ഏകദേശം 90 ഡിഗ്രി വരെ നമുക്ക് തുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എക്സ്പെഷ്യലി വീട്ടിൽ ഈ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക്, പ്രായമുള്ളവരോ അതുപോലെ തന്നെ എന്തെങ്കിലും വയ്യാത്തവരോ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളോ എല്ലാം ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്കെല്ലാം ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഹെഡ് റൂം ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴും നമുക്ക് കയറുമ്പോഴേക്കിനും ഒക്കെ ഒരു നല്ല കാര്യമാണ് ഈ ഹെഡ് റൂമും അതുപോലെ തന്നെ ഈ ഡോർ ഇങ്ങനെ വൈഡായിട്ട് തുറക്കുന്നതും. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അകം മൊത്തത്തിൽ സ്പേഷ്യസ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം, നമുക്ക് ഈ സീറ്റ് ഫ്രണ്ടിലുള്ള സീറ്റ് ഫുള്ള് ബാക്കിലോട്ട് ഇറക്കിയിട്ടേക്കുവാണ്. എന്നിട്ടും ഇവിടെ കിട്ടുന്ന ലെഗ് റൂമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇരിക്കാനുള്ള ലെഗ് റൂമും കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ. അകം നല്ല സ്പേഷ്യസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടി കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ, കുറേ നാളായി കഴുകിയിട്ട്. അതാണ് എൻ്റെ കോലം, നിങ്ങളതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പം ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കറിയാമല്ലോ, ഡ്രൈവറിന് ഇവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പൊസിഷൻ തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരൻ്റെ വണ്ടി നമുക്ക് ഉപമിക്കാൻ പറ്റുന്നത് ഒരു ഓൾട്ടോയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ശരിക്കും ഓൾട്ടോയെ കയറി ഇരുന്നാൽ എനിക്ക് ശരിക്കും ഇച്ചിരി കൂടെ സീറ്റിംഗ് താഴെയാണ് എനിക്ക്. സോ വ്യൂവും കുറവായിരിക്കും. അതുപോലെ തന്നെ അപ്പം നമുക്ക് വ്യൂവും അതുപോലെ തന്നെ എല്ലാം സീറ്റ് ഇച്ചിരി താഴ്ന്നായിരിക്കും. ബെറ്റർ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. സോ ഓൾട്ടോയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈവൻ ഒരു പൊക്കമില്ലാത്ത എന്നെ പോലുള്ള ആൾക്ക് പോലും നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷനാണ് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക്
പിന്നെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വീതി നോക്കുമ്പോഴേ അറിയാം, ഒരു ഓൾട്ടോയോ അല്ലെങ്കിൽ ഒരു 800-ൻ്റെ അത്ര തന്നെ വീതിയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ, വലിയ വീതിയും കാര്യം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളപ്പോൾ വണ്ടി ഇച്ചിരി കുത്തിക്കയറ്റിയൊക്കെ കൊണ്ടുപോകും. അതേസമയം നിങ്ങൾക്കിപ്പോൾ സ്വിഫ്റ്റൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇച്ചിരി കൂടി ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് കുറച്ച് പോർഷൻസ് വരുമല്ലോ. സോ നമുക്ക് അതൊക്കെ ശ്രദ്ധിക്കണം, എല്ലായിടത്തും നമുക്ക് തിരികെ കയറ്റൊന്നും പറ്റത്തില്ല. സോ ഇത് ഈ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ദെൻ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു പോരായ്മയെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം തന്നെയാണ്. അത് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞിട്ടുമുള്ള കാര്യമാണ് AC-യുടെ കാര്യം. അതായത് AC ഇടുമ്പോഴേക്കിനും വണ്ടിയുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ലപോലെ താഴോട്ട് പോകുന്നുണ്ട്. കാരണം വണ്ടിക്ക് നല്ല പുള്ളിങ് കുറവാണ്, നമുക്കത് ഓടിക്കുമ്പം ഫീൽ ചെയ്യും. കാരണം നമ്മളിപ്പം AC ഇട്ടിട്ട് അത്യാവശ്യം ഒരു കുഞ്ഞ് കയറ്റം കയറാൻ പോകുന്നതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റം കയറുകയെന്ന് വെച്ചോ, AC ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കയറ്റം ഈ വണ്ടി കയറുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദയനീയം തന്നെയാണ്. അതുപോലെ തന്നെ AC ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നല്ലപോലെ തന്നെ കയറിപ്പോകും. അപ്പം വേണമെങ്കിൽ വണ്ടിയുടെ എൻജിൻ ബ്രേക്ക് ആയിട്ടൊക്കെ നമുക്ക് വാഗണാറിൻ്റെ AC പറയാം. കാര്യം ഇറക്കമാണെന്നുണ്ടെങ്കിലും ഈ AC ഇട്ടാൽ ഒരു പിടുത്തം നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് ലാഗ് ചെയ്യുന്ന നമുക്ക് AC-യിൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ തോന്നി. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ AC ഇടുമ്പോഴുള്ള പ്രശ്നം, ഡിക്കി സ്പേസിൻ്റെ പ്രശ്നം, പിന്നെ ഈ ഒരു കാറ്റുപിടുത്തത്തിൻ്റെ പ്രശ്നം, ഇത്രേ തോന്നിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ കാര്യത്തിൽ ഞങ്ങൾ മൈൻഡ് ആക്കുന്ന പ്രശ്നങ്ങളും അല്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാഗണാറിലോട്ട് എത്താനായിട്ട് ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ സെഗ്മെൻറ്റ് 2-യിലോട്ട് പോകും. അപ്പം സെഗ്മെൻറ്റ് 2 ഇതാണ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ FB-യിലിട്ട പോസ്റ്റ്, അതായത് വാഗണാർ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളത്. അപ്പം കുറച്ച് പേരുടെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരെടുക്കാനുള്ള കാര്യങ്ങളും അവർക്ക് എടുത്തിട്ട് തോന്നിയ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് കൂടെ പറയാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്, ആൾ 10 വർഷമായിട്ട് നമ്മുടെ വാഗണാർ ഉപയോഗിക്കുന്നുണ്ട്, ഓടിക്കാൻ വളരെ സുഖം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ആ ഒരു ഡ്രൈവിംഗ് പൊസിഷനും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഏത് മോശപ്പെട്ട റോഡിലും അനായാസം ഓടിക്കാം. അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പോയിൻറ്റും കൂടി ഓർത്തെന്ന് പറഞ്ഞാൽ, സസ്പെൻഷൻ സൈഡും നമുക്ക് വലിയ ഒരു കംഫർട്ട് തരുന്ന സസ്പെൻഷൻ സൈഡാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അത്യാവശ്യം കുലുക്കോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ, പാർക്കിങ്ങിന് അധികം സ്ഥലം വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, വലിയ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആൾക്ക്. ദെൻ അത്യാവശ്യം നല്ല മൈലേജ് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആളും പറയുന്നുണ്ട്, മെയിൻ്റനൻസ് കുറവാണ്, ഹൈറ്റ് ഉള്ളത് കൊണ്ട് പ്രായമുള്ളവർക്കും സുഖമില്ലാത്തവർക്കും കയറാനും ഇറങ്ങാനും എളുപ്പമാണ്, ലെഗ് സ്പേസ്, പിന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നാൽ ദൂരെ കാഴ്ച. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവിംഗ് സീറ്റ് അത്യാവശ്യം നമുക്ക് ഓൾട്ടോയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റിലാണല്ലോ. പിന്നെ ബൂട്ട് സ്പേസ് കുറവാണെന്ന് പറയുന്നുണ്ട്, കാണാൻ സുമുഖി, പിന്നെ എന്ത് വേണം. ശരിക്കും വാഗണാറിന് ഇവൻ്റെ ലുക്കിൽ ഒത്തിരി ഹൈറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ കുറച്ച് മാരുതി വിരുദ്ധ ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, സായി കൃഷ്ണൻ സിദ്ധു എന്ന് പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആളും 10 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഇതുവരെ ഒരു പണിയും തന്നിട്ടില്ല, പൊക്കം ഉള്ളതുകൊണ്ട് കയറാനും എളുപ്പമാണ്, ഫാമിലി കാർ, ടോൾ ബോയ്. അപ്പോൾ എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, ഇവന് ഈ പൊക്കം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കയറാനും ഇറങ്ങാനുള്ള എളുപ്പം, പിന്നെ വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോർസൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ രാഹുൽ PC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ പറഞ്ഞത്, K സീരീസ് എഞ്ചിനാണ്, 10Kയിൽ സർവീസ് ചെയ്താൽ മതി, 10,000 കിലോമീറ്ററിൽ, ഡോറുകൾ ഏറെക്കുറെ 90 ഡിഗ്രി അടുത്ത് വരെ തുറക്കാൻ കഴിയും, വയസ്സായവർക്ക് കയറുവാനും ഇറങ്ങുവാനും നല്ല സുഖമാണ്, നല്ല ഹൈറ്റുള്ളവർക്കും സുഖമായി യാത്ര ചെയ്യാം. സോ എല്ലാവരും ഇവനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ ഒരു പൊക്കവും അതുപോലെ തന്നെ ഇവൻ്റെ ഡോർസ് ഇങ്ങനെ തുറക്കുന്ന കാര്യങ്ങളുമാണ്. ബേസ് മോഡലിൽ തന്നെ AC എന്നിവ വരുന്നുണ്ട്, സഡൻ പിക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്, പിന്നെ AC-യിൽ പുള്ളിങ് കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഗോപു RG ചേട്ടൻ പറഞ്ഞത്, നല്ല വണ്ടിയാണ്, റൈഡിംഗ് പൊസിഷൻ, വിസിബിലിറ്റി, ശക്തമായ മഴയത്തും കാഴ്ച കുറയ്ക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ബൂട്ട് സ്പേസ് കുറവാണെന്നുള്ളത്, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ആൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പിറകിലത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 60-40 സ്പ്ലിറ്റാണ്. സോ അത് രണ്ടും ഇങ്ങനെ നമ്മൾ കമഴ്ത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെസ്ക് വരെ പുറകിൽ കയറുമെന്നാണ് ആൾ പറയുന്നത്. റൂഫ് പരന്നതും ഏരിയയും കൂടുതലാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ
ഇങ്ങനെ ചേച്ചിയും കൊച്ചും വരുമ്പോഴെങ്കിലും തിരിച്ചൊക്കെ കൊണ്ടുവിടാൻ പോകുന്നത്. സോ അവൻ കയറി ഇരുന്ന് ഓടിക്കുന്ന നമ്മുടെ കാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കാറും കാര്യങ്ങളും അതുപോലത്തെ കുറച്ച് കാര്യമൊക്കെ ആണെങ്കിൽ നമ്മളിതാണ്ട് മേളിലായിട്ട് വെക്കാറുണ്ട്. സോ അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് റൂഫ് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അത്യാവശ്യം ലോഡും കാര്യങ്ങളും കയറും. പിന്നെ ഈ സൈഡിൽ കാണുന്ന ബാറെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ തന്നെ ഷോ പീസ് ഐറ്റം അല്ല, വെയിറ്റ് ശരിക്കും മേളിൽ വെക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ദെൻ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ VXI ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇരിക്കുന്നത് പറഞ്ഞാൽ LXI മോഡലാണ്. അപ്പം VXIയിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും, മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും പുറകിൽ ഡിഫോഗറും അതുപോലെ തന്നെ റിയർ വൈപ്പർ. ദെൻ നമുക്കിവിടെ ഇപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, അതായത് അവിടെ ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടേ ഉള്ളൂ. അതേസമയം നമുക്ക് VXIയിലോട്ട് വരുമ്പോഴത്തേനും ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ORVMs ആണെങ്കിൽ നമുക്ക് അകത്തുനിന്ന് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് സിസ്റ്റം ഇൻബിൽറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും. ദെൻ അടുത്ത നമ്മുടെ ഗോപു RG ചേട്ടൻ തന്നെ പറയുന്നത്, ആൾ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്ററിന് മുകളിൽ റിസ്ക്കാണ്. കാരണം കാറ്റ് പിടിച്ച് വണ്ടി കയ്യിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോഴേക്കും നല്ല കാറ്റ് പിടുത്തമുണ്ട്. ഞാൻ മുമ്പല്ലേ നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തായിരുന്നില്ല, അതായത് നമുക്ക് ഒരു വളവൊക്കെ എടുക്കുമ്പോഴേ അത്യാവശ്യം സ്പീഡിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ കാറ്റ് പിടിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ നമുക്ക് കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വെട്ടും, നമുക്കത് അറിയാൻ പറ്റും കേട്ടോ ആ കാറ്റ് പിടുത്തം. ദെൻ അടുത്തായിട്ട് പിന്നെ ആൾ പറയുന്നതാണ് ആൻഡ്രോയേക്കാളും ഇൻറ്റീരിയറും അതുപോലെ തന്നെ ബാക്ക് സീറ്റ് യാത്രയും നല്ലതാണ്. ചില വണ്ടിക്ക് സൈലൻസറിൻ്റെ സൈഡിൽ നിന്ന് മണിയടി പോലെ ശബ്ദമുണ്ട്, എന്ത് ചെയ്താലും മാറില്ല. മെയിൻ്റനൻസ് ചീപ്പാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ബാക്ക് സീറ്റ് മടക്കിയാൽ ഫ്ലാറ്റ് ബെഡ് ആകുമായിരുന്നെങ്കിൽ നന്നായേനെ. സസ്പെൻഷൻ സൗണ്ട് കൂടുതലാണ്, നമ്മൾ പറഞ്ഞല്ലോ സസ്പെൻഷൻ സൈഡ് ഇച്ചിരി. ദെൻ അടുത്ത് പറയുന്നത് സയൻരാജ് കെ എന്ന് പറഞ്ഞിട്ടൊരാൾ പറഞ്ഞേക്കുവാണ്, വണ്ടി സ്പേഷ്യസ് ആണ്, ആവശ്യത്തിന് ഹെഡ് റൂം ഒക്കെ ഉണ്ട്, ഒരു മിഡ് ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്, ഈസി പാർക്കിംഗ്, മേജർ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല, മെയിൻ്റനൻസ് കുറവാണ്, ചിലവ് കുറവാണ്, സ്റ്റെബിലിറ്റി പോരാ, അത് ഈ പൊക്കം കൊണ്ടാണ് കേട്ടോ, കാറ്റ് നന്നായി പിടിക്കും, 4 വീലൊക്കെ ആണെങ്കിൽ ശരിക്കും വിൻഡ് പിടിക്കുന്നത് അറിയാം ബിക്കോസ് ഓഫ് ദ ഹൈറ്റ്. സയൻരാജ് കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം റിവ്യൂ കൂടി ഒരു ഇൻട്രോ FBയിലൊന്ന് പോസ്റ്റ് പ്ലീസ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാം. ഓക്കെ, അടുത്തായിട്ട് അഭിനവ് M എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിരിക്കുന്നത് കിടു വണ്ടിയാണ്, 2015 മോഡൽ ഒന്ന് കയ്യിലുണ്ട്, AC ഇടുമ്പോഴുള്ള പ്രശ്നം മാറ്റി വെച്ചാൽ, അതായത് പുള്ളിങ് കുറവാണല്ലോ AC ഇടുമ്പം, AC ഇടുമ്പോഴുള്ള പ്രശ്നം മാറ്റി വെച്ചാൽ 4 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം, 4 അല്ല 5 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. പിന്നെ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ടോപ്പ് സ്പീഡ്, അതിൻ്റെ ബാക്കി ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ടോപ്പ് സ്പീഡ് എത്രയൊക്കെ കിട്ടിയെന്നൊക്കെ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് 135 കിട്ടി, 80 കിട്ടി, 100 കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ടോപ്പ് സ്പീഡ് ഒരു 137 കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് പെറ്റി കിട്ടിയായിരുന്നു നമ്മൾക്ക് ആ ഒരു ട്രിവാൻഡ്രം യാത്രയിൽ. ഓക്കെ, അപ്പം ഇത്രയാണ് വണ്ടി. ബാക്കി വാഗണാർ ഓണേഴ്സിൻ്റെ കാര്യം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്യാവശ്യം എല്ലാവരും തന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ വാഗണാർ, ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് തന്നെയാണ് ഇവന് ഇപ്പോഴും പുതിയ വേരിയൻറ്റ് വന്നല്ലോ, നമുക്ക് വാഗണാറിൻ്റെ പുതിയ മോഡൽ വന്നിട്ടും അതിനും നല്ല കച്ചവടമാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ പഴയ മോഡൽ വാഗണാർ ആണെങ്കിൽ പോലും ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്തേരിയ വിറ്റു എന്ന് പറയും. കാരണം അത്രയ്ക്ക് നല്ല ഒരു മിഡ് ഫാമിലിക്ക്, മറ്റേ ആൾ പറഞ്ഞ പോലെ തന്നെ മിഡ് ഫാമിലിക്ക് പറ്റിയ വണ്ടി തന്നെയാണ്. നമ്മൾക്ക് അത്യാവശ്യം എല്ലാ റിക്വയർമെൻറ്റ്സും സാധിച്ചു തരാൻ പറ്റുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ് തന്നെ നമുക്ക് പറയാം. അപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ച നമുക്കൊരു ഫാമിലി ഫ്രണ്ട്ലി, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു പുത്തൻ വണ്ടി എടുക്കാനായിട്ട് കയ്യിൽ ബഡ്ജറ്റ് ഇല്ല, സോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് പോകുന്ന ആളാണെങ്കിൽ ഇപ്പം ഞാൻ മിക്കവാറും സജസ്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും നമ്മുടെ വാഗണാറിൻ്റെ, വൈറ്റ് ബോയ് ആണെങ്കിലും ശരി, സ്റ്റിംഗ്രേ ആയാലും, അതായത് വാഗണാറിൻ്റെ ഏത് ജനറേഷൻ ആയാലും ഏത് വേരിയൻ്റ് ആണെങ്കിലും. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തല്ലോ, നമ്മുടെ കുറച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മിഡ് ഫാമിലി, ഇങ്ങനെ ഒരു 5 മെമ്പേഴ്സൊക്കെ ഉള്ളൊരു ഫാമിലിയാണ് നിങ്ങൾക്കെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും വാഗണാർ എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഞാൻ പറയത്തില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് മോഡലിലോട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രഷ് വണ്ടി എടുക്കാൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിലും വാഗണാറിൻ്റെ പുതിയ മോഡലും അത്യാവശ്യം നല്ല, അതായത് ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള മോഡൽ ഉണ്ടല്ലോ പുതിയത്, അതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും വാഗണാർ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം.
പിന്നെ എന്നത്തെ പോലെ തന്നെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ബാക്കി എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.